സുവിശേഷത്തിൻ ദീപവെളിച്ചം ആത്മാർപ്പണം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കർത്താവായ ഈശോയെ, ഞങ്ങൾ കടന്നു പോകുന്ന നിമിഷങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോ, ഞങ്ങൾക്കറിയാം അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഒത്തിരിയേറെ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. നാളെ ഇതുവരെ അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിച്ച് ഞങ്ങളുടെ വലിയ പരിപാലനയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വലിയ കരുണയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ ഓർത്തുകൊണ്ട്, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഓർത്തുകൊണ്ട്, ഞങ്ങളുടെ മാതാപിതാക്കളെ, മക്കളെ ഓർത്തുകൊണ്ട്, ജീവിത പങ്കാളിയെ ഓർത്തുകൊണ്ട്, സഹോദരങ്ങളെ ഓർത്തുകൊണ്ട് ഈശോയെ നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളുടെ വലിയ പരിപാലന, കർത്താവ്, എണ്ണിയാലും ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞിട്ടുണ്ട്. ആ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്തുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സഹായകനായിട്ട്, ഞങ്ങൾക്ക് കൂട്ടുകാരനായിട്ട് അങ്ങയുടെ വലിയ ദാനമായ പരിശുദ്ധാത്മാവിനെ നൽകിയിരുന്നെങ്കിൽ നന്ദി പറയുന്നു. കർത്താവെ, ആ പരിശുദ്ധാത്മാവിനെ ഓർത്തുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിവിധ കൂദാശകളിലൂടെ ഞങ്ങളിൽ അങ്ങ് ചൊരിഞ്ഞിട്ടുള്ള ദാനവരങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, ഞങ്ങളിലുള്ള ദാനങ്ങൾ, വരങ്ങൾ, കൃപകൾ അതൊക്കെ ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈ സമയത്ത് ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന എല്ലാ ദൈവജനത്തോടും കൂടി ചേർന്ന് നിൽക്കുന്നുണ്ട്. എല്ലാവരുടെയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ ദാനവരങ്ങളാൽ എല്ലാവരും ജ്വലിക്കാൻ വേണ്ടിയിട്ട് ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങയെ ക്ഷണിക്കുന്നു. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, കടന്നു വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.
ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സെഹിയോൻ ശാലയിൽ പരിശുദ്ധ അമ്മയും സ്ലീഹന്മാരും ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചപ്പോൾ അവരിൽ വന്നു നിറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഇപ്പോൾ ഞങ്ങളോടൊത്തായിരിക്കുന്ന എല്ലാ മക്കളുടെയും നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവെ, കടന്നു വരണമേ. ആത്മാവേ നീ വന്നിടണേ, സെഹിയോൻ ശാലയിൽ ആഗമിച്ചപ്പോൾ ആത്മാവേ നീ വന്നിടണേ. ആത്മീയദാനം ഹൃദയത്തിലെന്നും പരമപിതാവേ നൽകിടണേ. വിജ്ഞാനത്തിനാത്മാവേ വരണമേ, ആശ്വാസത്തിനാത്മാവേ വരണമേ. വിജ്ഞാനത്തിനാത്മാവേ വരണമേ, ആശ്വാസത്തിനാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, ഈ സമൂഹത്തിൽ പരത്തിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, ഈ സമൂഹത്തിൽ പരത്തിറങ്ങണമേ. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളെ ക്ഷയിച്ചു പോകുമ്പോൾ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ നിറയ്ക്കുന്ന, ദൈവസ്നേഹത്താൽ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളെ നയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ കതിരൊളി തൂകി എന്റെ ഹൃദയം പൂരിതമാക്കണമേ. വിശ്വാസത്തിൻ കതിരൊളി തൂകി എന്റെ ഹൃദയം പൂരിതമാക്കണമേ. വിജ്ഞാനമനുഭവ വിവേകവും വന്നാലും ആത്മാവേ, പാവനാത്മാവേ, വന്നാലും അരുവിയെ സ്വർഗാരൂപിയെ. വന്നാലും ആത്മാവേ, പാവനാത്മാവേ, വന്നാലും അരുവിയെ സ്വർഗാരൂപിയെ. വിജ്ഞാനത്തിനാത്മാവേ വരണമേ, ആശ്വാസത്തിനാത്മാവേ വരണമേ. വിജ്ഞാനത്തിനാത്മാവേ വരണമേ, ആശ്വാസത്തിനാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, ഈ സമൂഹത്തിൽ പരത്തിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, ഈ സമൂഹത്തിൽ പരത്തിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, ഈ സമൂഹത്തിൽ പരത്തിറങ്ങണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുന്ന നന്ദി പറയുന്നു. യേശു ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഗ്ലോറി ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, വർഷങ്ങളായിട്ട്, വളരെയേറെ വർഷങ്ങളായിട്ട് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന്
കർത്താവിൻ്റെ കരം ഇസ്രായേൽ മക്കളെ മോചിപ്പിച്ചത് എങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. മോശയെ തിരഞ്ഞെടുത്ത് നിർത്തി. മോശയ്ക്ക് സഹായകനായിട്ട് അഹ്റോൻ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ കാണുന്നുണ്ട്. ആ യേശുവിൻ്റെ ശക്തി, ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ ശക്തി, കർത്താവിൻ്റെ കരബലം നമ്മുടെ കൂടെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെല്ലാം അടിമത്തങ്ങളിൽ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം ക്ഷണനേരം കൊണ്ട്, നിമിഷ നേരം കൊണ്ട് നമ്മളെ മോചിപ്പിക്കാൻ കഴിയുന്ന ആ കർത്താവിൻ്റെ വലിയ കരം നമ്മുടെ കൂടെ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ പറയുന്നു, വചനത്തിൽ പറയുന്നത് പോലെ കർത്താവായ യേശുവിൻ്റെ ശക്തിയുള്ള കരം ഈ നിമിഷം നമ്മളിലേക്ക് നീളട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരബലം പൂർണ്ണമായിട്ട് നമ്മളുടെ ഇടയിൽ വെളിപ്പെടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവാണ്. മനുഷ്യന്റെ ചിന്തയിലോ ബുദ്ധിയിലോ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അതെല്ലാം അസാധ്യങ്ങളാണെന്ന് തോന്നാം. പക്ഷേ കർത്താവിനെല്ലാം സാധ്യമാണ്. കർത്താവ് പറയുന്നുണ്ട്, ദൈവത്തിനെല്ലാം സാധ്യമാണ്. വചനത്തിലൂടെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യബുദ്ധിക്ക് അതീതമായ കർത്താവ് പ്രവർത്തിച്ച് നമുക്കറിയാം. ആ കർത്താവിന്റെ ശക്തി നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ കഷ്ടപ്പെടുത്തുന്ന, നമ്മൾ കടന്നു പോകുന്ന ഏതെല്ലാം മേഖലകളായിക്കൊള്ളട്ടെ, ഏതെല്ലാം വിപരീത സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ, അവിടെ നിന്നെല്ലാം വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം ജീവിക്കുന്ന യേശുവിന്റെ ശക്തിയുള്ള സാന്നിധ്യം, ജീവിക്കുന്ന യേശുവിന്റെ ശക്തിയുള്ള കരം നമ്മളെ അവിടെ നിന്നെല്ലാം വിടുവിക്കും. നമ്മളെ കർത്താവ് വീണ്ടെടുക്കുന്ന വലിയ ബോധ്യത്തിൽ നമുക്കായിരിക്കാം. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ,
ബാബിലോണില് ദാനിയേലിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ അവിടെ ദാനിയേൽ വെളിപ്പെട്ട ദൈവശക്തി, ദൈവത്തിന്റെ ജ്ഞാനത്താൽ ദാനിയേലിനെ കർത്താവ് നിറച്ച് നമ്മൾ കാണുന്നുണ്ട്. നമ്മളുടെ ബുദ്ധികളെ, നമ്മളെ ബുദ്ധിക്ക് അതീതമായിട്ട് പ്രവർത്തിക്കുന്ന, നമ്മളെ ചിന്തകൾക്ക് അതീതമായിട്ട് പ്രവർത്തിക്കുന്ന കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ചിന്തകൾ നിങ്ങളേതുപോലെയല്ല കർത്താവ് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കാം. നമുക്ക് ഈ സമയത്ത് നമ്മൾ കടന്നു പോകുന്ന ഈ ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ കർത്താവിന്റെ വലിയ ജ്ഞാനം, ദൈവത്തിന്റെ ജ്ഞാനത്താൽ നമ്മൾ നിറയപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ബാബിലോണിൽ ദാനിയേലിൻ വാക്കുകളിൽ വെളിപ്പെട്ട ജ്ഞാനശക്തി ഒഴുകിടട്ടെ. ബാബിലോണിൽ ദാനിയേലിൻ വാക്കുകളിൽ വെളിപ്പെട്ട ജ്ഞാനശക്തി ഒഴുകിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ജീവിക്കുന്നവനായ യേശുവിന്റെ സാന്നിധ്യം ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവായ യേശുവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവായ യേശുവാണ് ഏക രക്ഷകൻ. ഞങ്ങൾ നിമിഷം ഏറ്റുപറയുന്നു. ദൈവമേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവായ യേശുവേ ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ, ക്രിസ്ത്യാനി എന്ന പേര് ഞങ്ങളെ വിളിച്ച് മാറ്റി നിർത്തിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ആ സ്നേഹം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള വലിയൊരു വിളിയിലേക്കാണ് കർത്താവെ ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളറിയാം. അതുപോലെ എവിടെ ഏതെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും, ഏതെല്ലാം കഷ്ടതകളിൽ കൂടെ കടന്നു പോയാലും, ഏതെല്ലാം ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും ദുരന്തങ്ങളിൽ കൂടെ ഞങ്ങൾ കടന്നു പോയാലും അവിടെയെല്ലാം അങ്ങയുടെ നാമം ഉയർത്തുവാനായിട്ട്, യേശുവാണ് ഏറ്റവും മേലായ നാമം, എല്ലാ നാമത്തിനും ഉപരിയായിട്ടുള്ള നാമം യേശുവിൻ്റെ നാമമാണെന്ന് ഞങ്ങൾ വിളിച്ചു പറയാനായിട്ട്, ഞങ്ങൾ അധരം കൊണ്ട് ഉദ്ഘോഷിക്കാനായിട്ട് ഞങ്ങൾക്ക് കൃപ തരുന്നതിന് ദൈവമേ നന്ദി പറയുന്നു. കർത്താവെ, കഷ്ടതകളിലും കഷ്ടപ്പാടിലുമൊക്കെ അവിടെയെല്ലാം കർത്താവെ അങ്ങയോട് ചേർന്ന് നിൽക്കാനായിട്ട്, അങ്ങയോട് പറ്റിച്ചേർന്ന് നിൽക്കാനായിട്ട്, അങ്ങയുടെ സേവ ചെയ്യാനായിട്ട്, അങ്ങേക്ക് വേണ്ടി ഓടാനായിട്ട് കർത്താവെ ഞങ്ങളെ വിളിച്ചു മാറ്റി നിർത്തിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞങ്ങളെ യേശുവിൻ്റെ സ്നേഹത്താൽ നിറയ്ക്കാനായിട്ട്, യേശുവിൻ്റെ നാമം ഞങ്ങൾ ഉയർത്തുവാനായിട്ട്, കർത്താവിന് വേണ്ടിയിട്ട് സേവ ചെയ്യുവാനായിട്ട്, കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് അവിടത്തേക്ക് നന്ദി പറയാൻ, അവിടുത്തെ നാമത്തെ പുകഴ്ത്തുവാൻ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ. നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ. ദൈവാത്മാവേ
കർത്താവ് ദൈവം ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ വീഴുമ്പോൾ, ഞങ്ങൾ ആഴിയുടെ ആഴങ്ങളിൽ പോയി ഞങ്ങൾ വീഴുമ്പോൾ, പാപത്തിൻ്റെ ചെളിക്കുഴിയിൽ നിന്നും അവിടെ നിന്നെല്ലാം കർത്താവ് ഞങ്ങളെ കൈപിടിച്ചുയർത്തുന്ന അങ്ങയുടെ വലിയ കൃപയോർത്തുകൊണ്ട് നിങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ നന്ദി പറയുന്നു. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ദൈവസ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനെ ഓർത്തുകൊണ്ട്, അങ്ങയുടെ വലിയ കൃപയെ ഓർത്തുകൊണ്ട്, അങ്ങയുടെ വലിയ പരിപാലനയെ ഓർത്തുകൊണ്ട് ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു. താഴ്ചയിൽ നിന്നെന്നെ ഉയർത്തിയല്ലോ നീ, ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. താഴ്ചയിൽ നിന്നെന്നെ ഉയർത്തിയല്ലോ നീ, ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. ദൈവാത്മാവേ, 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 അങ്ങേ ആരാധിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ വലിയ പരിപാലനെ ഓർത്തുകൊണ്ട് ഈശോയെ, അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കുന്നതിനെ ഓർത്തുകൊണ്ട്, ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന, ഞങ്ങളുടെ പേര് ഞങ്ങളുടെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അങ്ങയുടെ വലിയ പരിപാലനെ ഓർത്തുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കർത്തനായവനെ, ഇസ്രായേലിൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപോഷനായിരിക്കുന്ന ആ ദൈവമായ കർത്താവിനെ, നമ്മളുടെ കൂടെ ഇപ്പോഴുമുള്ള എമ്മാനുവേലായ ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാം, നമ്മുടെ ഉപകാരികളെ, ബന്ധുജനങ്ങളെ എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ വലിയ കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തിൻ്റെ വലിയ പരിപാലനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവിൻ്റെ വലിയ കരുണയെ ഓർത്തുകൊണ്ട്, ആ കരുണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ അവിടുത്തെ നമുക്ക് ആരാധിക്കാം. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാൻ അങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകളോർത്തിയിടുന്നു. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാൻ അങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകളോർത്തിയിടുന്നു. യേശു
കർത്താവേ, വലിയ പ്രതികൂല കാറ്റടിക്കുമ്പോൾ അവിടെയൊക്കെ ഞങ്ങളെ കൈപിടിച്ചു നടത്തുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ മക്കളെ പോലെ സ്നേഹിക്കുന്ന അങ്ങയുടെ വലിയ പരിപാലനയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ കൃപകളെ ഓർത്തുകൊണ്ട് ഞങ്ങളിപ്പോൾ ആരാധിക്കുന്നു. തിരുക്കരമെന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നും നൽകിയവൻ. കർത്താവേ, ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഏതെല്ലാം പ്രതികൂലങ്ങളിലൂടെ കടന്നു പോയാലും, ഏതെല്ലാം വിപരീത സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോയാലും, ഞങ്ങളെ മറ്റുള്ളവർ വെറുക്കപ്പെട്ടവനായിട്ട് മാറ്റി നിർത്തിയാലും, തള്ളിക്കളഞ്ഞാലും, ഉപേക്ഷിച്ചാലും, അവിടെയൊക്കെ മധ്യത്തിൽ ഞങ്ങളെ ഉയർത്തി നിർത്തുന്ന അങ്ങയുടെ വലിയ കരുണയെ ഞങ്ങൾ ഓർക്കുന്നു. അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഞങ്ങളിപ്പോൾ ഈ നിമിഷം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സ്വർഗീയ പിതാവേ ആരാധന, സ്വർഗീയ ആരാധന സ്തുതിക്കുന്നു. ഗ്ലോറി 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 ഗ്ലോറി. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു.
പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന മന്ന